ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഒരു വിധത്തില് രേവതി പൈസ 5 ലക്ഷം രൂപ ഒപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അത് വാങ്ങിക്കൊടുക്കുന്നത് സ്വന്തം സഹോദരി ദേവു തന്നെയാണ്. ദേവു അത് വാങ്ങിയിരിക്കുന്നത് സച്ചിയുടെ ശത്രുവായിട്ടുള്ള ആ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. അത് അവർക്ക് അറിയില്ല. എന്തായാലും ആ സന്തോഷത്തില് അച്ഛനോട് പറയുന്നുണ്ട്, രവീന്ദ്രനോട് പറയുകയാണ്, എന്തായാലും പൈസ റെഡി അച്ഛാ, ഞാനത് കൊടുത്തിട്ട് വരാം, ഓർഡർ കൊടുക്കട്ടെ എന്നും പറഞ്ഞു പോവുകയാണ്. ഇത് കേൾക്കുന്ന ചന്ദ്ര ഞെട്ടി പോകുന്നുണ്ട്. എന്തായാലും ചന്ദ്ര ഉടനെ തന്നെ ആ ഹേമയ്ക്ക് വിളിച്ച് പറയുകയാണ്, രേവതിയുടെ ശത്രുവിനെ വിളിച്ച് പറയുകയാണ്, അവളുടെ 2 വീലർ കേടായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അവൾ പോന്നിട്ടുള്ളത് ഒരു ഓട്ടോയിലാണ്. അവളുടെ കയ്യിൽ ആ പൈസ അവൾ റെഡിയാക്കിയിട്ടുണ്ട്, 5 ലക്ഷം രൂപ. ഇനി എന്താന്ന് വെച്ചാൽ ഹേമ ചെയ്തോളാം, എനിക്ക് ഇത്രയൊക്കെ സഹായം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നിങ്ങനെ ചന്ദ്ര വിളിച്ച് പറയുമ്പോൾ ഹേമ കുറെ ഗുണ്ടകളെ റെഡിയാക്കുകയാണ്. അതിനുശേഷം രേവതി ഇങ്ങനെ നടന്നു പോകുമ്പോൾ രേവതിയുടെ കയ്യിലുള്ള ആ പൈസ പൊതി ഒരാൾ വന്ന് മുഖം മറച്ചുകൊണ്ട് ഒരാൾ വന്ന് അത് തട്ടിപ്പറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ വിടടാ എന്ന് രേവതി പല ശക്തിയെടുത്ത് അങ്ങനെ വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും മറ്റൊരാള് 2 വീലറിൽ വരികയും ഈ പൈസ വാങ്ങി അയാൾ ആ 2 വീലർ കയറി പോവുകയും ചെയ്യുന്നുണ്ട്. രേവതിയെ തട്ടിമറിച്ചിട്ട് പോവുകയാണ്. അവൾ അവിടെ വീഴുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഉടനെ രേവതി കരഞ്ഞുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ഈ ഗുണ്ടകളി വന്നു പെടുന്നത് അച്ചമ്മയുടെ ഈച്ചയുടെയും മുന്നിലാണ്. എന്തായാലും അച്ചമ്മ നല്ല പണി അവർക്ക് കൊടുക്കുകയും ആ പൈസ തിരികെ വാങ്ങി രേവതിയുടെ കയ്യിലോട്ട് തിരികെ കൊടുക്കുകയും അതുപോലെ തന്നെ തന്നോട് പൈസ ചോദിക്കാത്തതിനെ പറ്റി അവരെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് അച്ചമ്മ. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.